എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ആളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. എല്ലാ കാര്യവും ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ആളുകളുടെ ചില താല്പര്യങ്ങൾക്ക് മാത്രം അഭിപ്രായം പറയുന്ന ഒരാളാണ്. ബാക്കി എല്ലാത്തിനെയും പുച്ഛത്തോടെയും വിമർശിക്കുന്ന ഒരാളും കൂടിയാണ്. ഇപ്പോ ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിൽ ഒരു റെയ്ഡ് പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് ഇനി ഇപ്പോ വരുന്നത്? ഇവരാരും BJP അല്ലാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇവരോട് എന്താ ദേഷ്യത്തിൽ അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ കുറെ പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാം. BJPയെ എതിർക്കുന്നത് കൊണ്ടാണ് ഇവർക്കെതിരെ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താ സാർ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്തോ കള്ളക്കച്ചവടം നടത്തി പോലീസ് പിടിച്ചു. അതായത് നാടൻ ഭാഷയിലുള്ള ഒരു സാക്ഷ്യം. അതായത് ഈ പറയുന്ന ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തുന്നു, സൈന്യത്തിന്റെ ഉൾപ്പെടെയുള്ള വാഹനം കടത്തുന്നു, അതിനകത്ത് ടാക്സ് വെട്ടിക്കുന്നു. ഇപ്പൊ ഈ 30ഓളം സ്ഥലത്ത് ഒരേ സമയം റെയ്ഡ് നടക്കുമ്പോൾ അതിന്റെ ഒരു വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ റെയ്ഡ് നടത്തിയപ്പോൾ നമ്മൾ ടാക്സ് നടത്തി എങ്ങനെ വെട്ടി? ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുക തന്നെ, അല്ലെങ്കിൽ ടാക്സ് വെട്ടിച്ചു. ടാക്സ് വെട്ടിക്കുമ്പോൾ നോട്ടീസ് വരും, ക്ലിയർ എന്ന് പറയാൻ പറ്റും. അത് മര്യാദയ്ക്കുള്ള കാര്യം. അപ്പൊ നമ്മൾ എന്ന് പറയും ഇതുപോലെ ഇന്നതിൻ്റെതാണ് കാര്യം, അത് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഫൈൻ അടയ്ക്കും. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് അങ്ങനെ ഒരു നോട്ടീസ് വിളിച്ചു വരുത്തിയാൽ മതിയായിരുന്നല്ലോ. ടാക്സ് വെട്ടിച്ചത് അതായത് MBDAയുടെ ആയാലും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും നിയമപരമല്ലാത്ത അല്ലെങ്കിൽ ടാക്സ് അർഹമായ ടാക്സ് ഗവൺമെന്റിന് കിട്ടിയില്ല. അപ്പോൾ അതിന് നോട്ടീസ് കൊടുക്കും, കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ കളിപ്പിച്ചില്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതിനകത്ത് മറുപടി കൊടുക്കാൻ പറ്റും. ഇത് എന്തിനാ ഇങ്ങനെ വന്നത്? ഇങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു കള്ളത്തരമുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനം അതിനകത്ത് നടന്നിട്ടുണ്ട്. ടാക്സ് വെട്ടിക്കുന്ന മാത്രമല്ല, ടാക്സ് വെട്ടിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനം. കാരണം നമ്മൾ ടാക്സ് കൊടുത്താലല്ലേ നമ്മുടെ രാജ്യത്തിനകത്ത് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വികസനം പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏത് പ്രവർത്തനവും ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന 2ാം നമ്പർ പരിപാടിക്കകത്ത് ഇപ്പം മയക്കുമരുന്ന് കച്ചവടം, അല്ലെങ്കിൽ മറ്റ് ആയുധ കള്ളക്കടത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാജ്യത്തിനകത്ത് നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരവാദികൾ, ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, ഇതിൻ്റെ എല്ലാം നമ്മൾ നോക്കുമ്പം ഇവരെല്ലാം പരസ്പരം അല്ലെങ്കിൽ ഒരു ഇടത്തു നിന്നാണ് ഇതിൻ്റെ എല്ലാം ശാഖകൾ, അല്ലെങ്കിൽ ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത് എന്ന് വെച്ചാൽ ഇതെല്ലാം രാജ്യത്തിനകത്തെ രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ്. അത്തരത്തിൽ രാജ്യത്തിനകത്ത് രാജ്യത്തിന് കുഴപ്പം വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന അത്തരത്തിൽ പിന്തിരിപ്പൻ ശക്തികളായിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികളായിട്ടുള്ള യഥാർത്ഥത്തിൽ പറഞ്ഞ അങ്ങനെ അതിനകത്ത് ഇയാള് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ വലിയ അഭിപ്രായം പറയുന്ന ആളാണ്. ഇയാൾ എന്തിനകത്ത് അഭിപ്രായം? ഇപ്പൊ ഇയാൾക്ക് അഭിപ്രായമൊന്നും ഇല്ലല്ലോ വലുതായിട്ട്. എന്താ അഭിപ്രായം ഇല്ലാത്ത? നേരത്തെ വലിയ അഭിപ്രായം പറഞ്ഞില്ല, വലിയ രാജ്യസ്നേഹി അല്ലെങ്കിൽ ന്യായം പറയുന്ന ആള്. UP-യിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളി അഭിപ്രായം. അല്ല, അതന്നെ ഇപ്പം വലിയ അഭിപ്രായം വലുതായിട്ട് പറയുന്നില്ലല്ലോ. എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ അഭിപ്രായം പറഞ്ഞ് അന്ന് തൊട്ട് ഇയാളെ ശ്രദ്ധിച്ചു തുടങ്ങി. ഇയാളെ ശ്രദ്ധിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇയാൾ ഏറ്റവും അവസാനം ഇയാളെടുത്ത സിനിമയ്ക്കകത്ത് നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അതിനു മുമ്പ് ഇയാളെടുത്ത സിനിമകൾ അതുവരെ ആരും പരിശോധിച്ചില്ലായിരുന്നു. ആ സിനിമകളെല്ലാം വളരെ കൃത്യമായിട്ട് അയാൾ വരച്ചു കാണിച്ചത്, അയാൾ ഏറ്റെടുത്ത കഥാപാത്രങ്ങൾ ചില പ്രത്യേക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പൃഥ്വിരാജിന്റെ പടങ്ങൾ പുറകോട്ട് പരിശോധിക്കുക, അയാൾ എടുത്തിട്ടുള്ള ക്യാരക്ടറുകൾക്കിടെ കാര്യം എന്താ? ഇപ്പോൾ നമ്മളൊന്നും കൊണ്ടുവരും മുസ്ലിങ്ങൾ മോശമാണെന്നല്ല, മുസ്ലിം കഥാപാത്രത്തെയും ഒരു ഹിന്ദു കഥാപാത്രത്തെയും തുലനം ചെയ്യുമ്പോൾ ഹിന്ദു മോശം മുസ്ലിം ശരിയാണെന്നുള്ള രീതിയിലൊക്കെ കഥാപാത്രത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതുപോലെ ഇയാൾ വേറെ ഈ നമ്മുടെ മലബാർ കലാവുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി വന്നില്ലേ? ആര് അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, എന്തോ അയാളെ പറ്റി ചരിത്രത്തിന്റെ താളുകൾ വാര്യൻകുന്ന്. ഈ വാര്യൻകുന്നനെ വെള്ളം പൂശുന്നതിന് വേണ്ടി വളരെ കൂടുതലായിട്ട് വാര്യൻകുന്നൻ യഥാർത്ഥത്തിൽ അവിടുത്തെ മുസ്ലിങ്ങൾ പോലും അംഗീകരിക്കാതെ, എനിക്ക് വേണമെങ്കിൽ അഹമ്മദ് മാഷിനെ ചോദിച്ചാൽ മതി, ഇത്ര നിഷ്ഠൂരനും അല്ലെങ്കിൽ അന്ന് തൊട്ടേ ഈ പറയുന്ന ഇപ്പോഴത്തെ PFI-കാരൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മതമൂലികവാദം വളരെ അർത്ഥത്തിൽ, കാരണം ബാക്കിയുള്ളവനെ വെട്ടിക്കൊല്ലണം അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യണം, അത്തരത്തിൽ ക്രൂരമായിട്ട് അവനെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ആ വർഗത്തെയും നിഷ്ഠൂരമായിട്ട് ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ച ഒരാൾ. അവനെ കണ്ടാൽ തന്നെ പേടിയാവുമെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് അവിടെ ഫോട്ടോസൊക്കെ വലുതായിട്ട് അവൈലബിൾ അല്ല, കാരണം അതവന്മാർ മാറ്റിയതാ. ആ ചില ഫോട്ടോസൊക്കെ ഉണ്ട്. അവനെ ഈ പൃഥ്വിരാജിന്റെ അവനെ വെച്ചിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയും അല്ലെങ്കിൽ ഇവിടെ നല്ല കാര്യം ചെയ്തവനുമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, അറിയാമല്ലോ അതിന്റെ സംവിധായകനെ അറിയാമല്ലോ, ആഷിഖ് അബു, പുള്ളിയുടെ പണി അറിയാമല്ലോ,
ഞാൻ ഈ പറഞ്ഞതുപോലെ മനസ്സിലായില്ലേ, പല മേഖലയിൽ പുള്ളിയുടെ പണി അറിയാമല്ലോ, എന്താ കച്ചവടം, എന്താണ് പുള്ളിയുടെ പണി. അപ്പം ഇയാളും അയാളോട് തുടങ്ങി അത് നോട്ട് ചെയ്തു. ഇപ്പം അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഇപ്പം പണ്ടത്തെ കൂട്ടല്ല, ഒളിച്ചു കടത്തൽ വളരെ കൃത്യമായിട്ട് നടക്കാത്തൊരവസ്ഥയുണ്ട്. BJP ഗവൺമെന്റ് അവിടെ വന്നതിന് ശേഷം അതിന് ഈ മാത്രമല്ല ഈ ചില യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുറകിൽ നിന്നും ഇതിന്റെ ഫണ്ട് എവിടെ നിന്ന് തിരക്കാൻ തുടങ്ങി. ഇത്തരത്തിലൊക്കത്തിൽ നിന്ന് വന്നപ്പോൾ ഇതിന്റെ ഫണ്ടും ഇതിന്റെ ആൾക്കാരെയും മറ്റ് താല്പര്യക്കാരെയും അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശവും സോഴ്സും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ വെളിയിൽ വരുന്നുണ്ട്. കാരണം വാര്യം കുഞ്ഞനന്തൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജിനെ വെച്ച് എടുക്കുന്നത് ഇവർ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ, അതിന്റെ പിറകിലുള്ള ആൾക്കാർ വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നീങ്ങുന്നതാണ്. വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇവരുടെ വാര്യം കുഞ്ഞനന്തനെ വെള്ളം പൂശാൻ നിൽക്കുന്ന ഈ ടീം, അതിനകത്ത് ഒരു വലിയ പ്രോജക്റ്റാണ്. വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യത്തെ 2047 അവരുടെ താല്പര്യത്തിന് കൊണ്ടുവരത്തക്ക രീതിയിലേക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അട്ടിമറിക്കും ഒക്കെ വേണ്ടി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് സിനിമയ്ക്കകത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു സംവിധായകനും അല്ലെങ്കിൽ സിനിമാ നടനും ഒക്കെയാണ് പൃഥ്വിരാജ്. അപ്പം അതിനകത്തൊരു സിനിമ എടുത്താൽ അത് നോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ആ സിനിമയിൽ നിന്ന് പിന്മാറിയത്. കാരണം ഈ സിനിമയ്ക്കകത്ത് അജണ്ട ഇന്നതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മതമൂല്യവാദികളെ വെള്ളപൂശുന്ന ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ പുറകിൽ ആരാന്ന് ആ സിനിമ എടുത്താൽ വ്യക്തത വരുത്തി വരുമെന്ന് കണ്ടുകൊണ്ട് അവർക്ക് മാറിയത്. അതുകൊണ്ട് ആ സിനിമ എടുക്കാൻ മനസ്സിലായി. മാത്രമല്ല പൃഥ്വിരാജിന്റെ ഉദ്ദേശവും പൃഥ്വിരാജിന്റെ താല്പര്യവും ഒക്കെ വരുമല്ലോ. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആള് നമ്മൾ വിചാരിക്കുന്നത് ആദ്യമേ തന്നെ പറഞ്ഞ ഒരു നിഷ്പക്ഷമായിട്ട് കാര്യം പറയുന്ന ഒരാളാ, അല്ലെങ്കിൽ പിന്നെ നാമധാരി പൃഥ്വിരാജ് ആരാ, സുകുമാരന്റെ മോൻ, നല്ലൊരു ആ ഹിന്ദു ഈ പറയുന്ന മറ്റുള്ളവന്റെ താല്പര്യം സംരക്ഷിക്കുമ്പോൾ അപ്പൊ അയാൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ ഇതുവരെയുള്ള നീക്കങ്ങളും അഭിപ്രായങ്ങളും അയാളുടെ ഭാര്യയെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വന്നപ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും അവസാനം എടുത്ത സിനിമയ്ക്കകത്തും അതിനെപ്പറ്റിയും പരിശോധിക്കുമ്പോൾ അതിന് കൃത്യമായ അയാളുടെ ഒരു അജണ്ട ഉണ്ട്. അപ്പം ആ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചോട്ടെ, പൃഥ്വിരാജിന് ഇപ്പോൾ ഒരു 10 കോടി രൂപ മേടിക്കുന്നത് വെച്ചാൽ എനിക്കറിയത്തില്ല അയാളെ സിനിമയ്ക്ക് എത്ര കോടി വരും. അയാൾക്ക് 10 കോടി രൂപ വീട്ടിൽ കൊണ്ടുപോകണം. എന്നിട്ട് 10 കോടി രൂപയ്ക്ക് 2 കോടി രൂപ ടാക്സ് അടക്കണേ 12 കോടി രൂപ മേടിച്ചാൽ അവർക്ക് സിനിമാടന്മാർക്ക് അതെല്ലാം കിട്ടും. എനിക്ക് 2 കോടി രൂപയുടെ കൂടുതലാണ്. അപ്പൊ ഇയാളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ രാജ്യസ്നേഹിയാന്ന് പറയുന്നത്. ഇവിടുത്തെ ഓരോ ബിസിനസ്സുകാരെ ഇവിടെ മറ്റവരെയും മറിച്ചവനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് രാജ്യസ്നേഹി എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുമ്പോൾ അതിന് ടാക്സ് അടയ്ക്കുന്നതാണ്. കാരണം രാജ്യത്തിന്റെ പുരോഗതിക്കാണ്. ഇപ്പം ടാക്സ് അടച്ചാൽ നരേന്ദ്രമോദിയുടെ വീട്ടിൽ കൊണ്ട് ചാപ്പാടിക്കാനല്ലോ, രാജ്യത്തിന് റോഡ് പണിയാനേ, ഫ്ലൈറ്റ് മേടിക്കാനേ, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പട്ടാളക്കാരന് വോട്ട് മേടിക്കാനേ, അവന് സൈന്യ സാധനം മേടിക്കാൻ. അപ്പൊ ഇവന്മാര് രാജ്യദ്രോഹികളാണ്. അവരകത്ത് പറഞ്ഞു ടാക്സ് വെട്ടിക്കുന്ന ആരൊക്കെയാണ് ടാക്സ് വെട്ടിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞൂടെ. ഏറ്റവും കൂടുതൽ ടാക്സ് വെട്ടിക്കുന്നത് മുസ്ലിംസാണ്. ഒരു ടാക്സും കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരുടെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ജനാധിപത്യം ഇല്ല, ടാക്സ് കൊടുക്കുന്ന സംവിധാനമില്ല. ശരി. അപ്പം ഇയാളും എൻ്റെ ആളോ? ദുൽഖറിനെ പറ്റി എനിക്ക് ഈ പറയുന്നത് പോലെ ഇതുവരെ ഇതുപോലുള്ള ആലിഗേഷൻസ് ഒന്നും വന്നില്ല. ഏതായാലും അയാളും ഇതിനകത്തുണ്ട്. സൈനിക വാഹനം ഉൾപ്പെടെയുള്ള ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നതിന്റെ റെയ്ഡാണ് നടക്കുന്നത്. ഈ 30 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. അപ്പൊ റെയ്ഡ് നടക്കുന്നത് ഇപ്പം തന്നെ പറഞ്ഞത് ഒരു വെള്ളപൂശം. നരേന്ദ്രമോദി പറയുന്നുണ്ടോ കേട്ടോ, നരേന്ദ്രമോദി പറയുന്നുണ്ട് വീട്ടിലെല്ലാം പോലീസ് കയറും, പണ്ട് തൊട്ടേ കയറുന്നുണ്ടായിരുന്നു, ഇപ്പോഴും കയറുന്നുണ്ട് ദുൽഖർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കേരള മാധ്യമങ്ങൾ. അപ്പം ഇതിനകത്ത് ഈ വാർത്തയ്ക്കകത്ത് ഒരു വെള്ളപൂശലും വാർത്ത വളരെ കൃത്യമായിട്ട് ഒതുക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇതിനകത്ത് കൃത്യം അജണ്ടയുണ്ട്, അല്ലെങ്കിൽ കള്ളം നടന്നിട്ടുണ്ട്. കാരണം കേരളത്തിലെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ഇതുപോലെയുള്ള മതമൂല്യവാദി ജിഹാദി ശക്തികളുടെ നല്ലപോലെ ഫണ്ടുണ്ട്. അവരുടെ കുറ്റമല്ല, നാളെ കാലത്തെ അല്ലെങ്കിൽ ശമ്പളം കിട്ടത്തില്ല, അന്ന് പരസ്യം കിട്ടത്തില്ല. മനോരമ ഉൾപ്പെടെ വരണ്ടിരിക്കുക. മനോരമയ്ക്കകത്ത് മനോരമ നേരത്തെ വലിയ ഗമയിലൊക്കെ വാർത്ത കൊടുക്കുക. ഇപ്പൊ ചില വാർത്തകളൊക്കെ കൊടുക്കും, പറയും മോനെ ഇവിടെ പത്രമല്ല അങ്ങ് നിൽക്കും കേട്ടോ, പിന്നെ പരസ്യവും കിട്ടത്തില്ല. മലബാർ ഗോൾഡ് ഞാൻ ഒരു മലബാർ ഗോൾഡിനെ പ്രത്യേകിച്ച് പറഞ്ഞ ഒരു ഉദാഹരണം പറയാം. അതുപോലെ ഗോൾഡുകളൊക്കെ പറയും, പരസ്യം മനോരമ പറഞ്ഞില്ല, എന്താ എഴുതണം പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയാൽ മതി, അത് മതി. മാതൃഭൂമിയുടെ അവസ്ഥ എന്തോ ഇപ്പൊ ഇതാണ്. ഇപ്പം ഇതിനകത്ത് ഈ തന്നെ പറഞ്ഞ നാളെ പറയും ഇതുപോലെ നല്ലൊരു നടനില്ലായിരുന്നു, മഹാവിഷ്ണുവിന്റെ പോലെ ഒരു അവതാരമായിരുന്നു ഈ പറയുന്ന പൃഥ്വിരാജ്. അയാളെയാണ് ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദി എന്ന ഫാസിസ്റ്റ് ഭരണാധികാരി തീർക്കാൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദി വൈരാഗ്യം തീർത്തു ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് വേണമോ എന്നൊക്കെയുള്ളതായിരിക്കും. അപ്പൊ ആ രീതിയിലേക്കുള്ളവരും ഏതായാലും സാധാരണക്കാരന് മനസ്സിലാക്കുന്ന ഭാഷയെ പറഞ്ഞാൽ ഇവൻ കാശുണ്ടാ മേടിച്ചു, ടാക്സ് അടയ്ക്കാതെ വണ്ടി അവിടുന്ന് കള്ളക്കടത്ത് നടത്താൻ നോക്കി, പോലീസ് വിളിച്ചു. അത്രേ ഉള്ളൂ.